കാസർഗോഡ് ചെറുവത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിലേക്കാണ്. പയ്യങ്കി സ്വദേശിനി 19-കാരി മുബഷീറയാണ് മരിച്ചത്. എലിവിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണം. കൈതക്കാട് ആൽവർദ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ജൂൺ 2 മുതൽ ചികിത്സയിലായിരുന്നു മുബഷീറ. മദ്രസ അധ്യാപകനുമായി വീട്ടുകാർ വിവാഹം നിശ്ചയിച്ചതിലുള്ള എതിർപ്പ് മൂലം ജീവനൊടുക്കിയായിരുന്നു എന്നാണ് വിവരം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ജൂൺ 2 മുബഷീറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എലിവിഷം കഴിച്ച നിലയിൽ ഇപ്പോൾ മരണം സംഭവിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ ആത്മഹത്യയിലേക്ക് കാരണം? ടോമെ, അത് തന്നെയാണ് പോലീസ് പറയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 2 മുബഷീറയെ ഇത്തരത്തിൽ എലിവിഷം അകത്ത് ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. അങ്ങനെ മംഗളൂരുവിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുബഷീറ മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ മുബഷീറയ്ക്ക് ഒരു 19 വയസ്സുകാരിയാണ് മുബഷീറ, ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇവർക്ക് ഒരു മദ്രസ അധ്യാപകരുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അതിലുള്ള ഒരു അതൃപ്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നേരത്തെ ഒന്നും ഈ വിഷം കഴിച്ച സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രയും ദിവസത്തിനിടയിൽ എന്താണ് ഇങ്ങനെ ഒരു എലിവിഷം അകത്ത് ചെല്ലാൻ ഇടയായ കാരണം എന്നത് സംബന്ധിച്ച ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അങ്ങനെ പോലീസിൽ കൃത്യമായി അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു വിവാഹം ഉറപ്പിച്ചിരുന്നു. ആ വിവാഹത്തിലുള്ള എതിർപ്പിനെ തുടർന്നാണ് ഈ കുട്ടി ജീവനെടുക്കാൻ എലിവിഷം കഴിച്ചതും പിന്നീട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുന്നതും ഇന്നലെ രാത്രി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ഈ കുടുംബങ്ങളുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പ് ആ വീട്ടുകാരോട് ഇവർ അറിയിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും ഈ കുട്ടി ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ നമുക്കറിയാം, അവർക്ക് വിദ്യാഭ്യാസം വേണം, സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെ ഒരു വിവാഹം മതി എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് ഈ കോളേജിൽ പഠിക്കുന്ന 19 വയസ്സുകാരുടെ ഒരു വിവാഹം പെട്ടെന്ന് നിശ്ചയിക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു മനോവിഷമത്തിലാണ് ഇങ്ങനെ ഒരു എലിവിഷം കഴിച്ചതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.